നമസ്കാരം, എല്ലാവർക്കും Xylem IAS ലേക്ക് സ്വാഗതം. 2026 UPSC സിവിൽ സർവീസസ് പ്രിലിംസ് എക്സാമിൽ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ. ബട്ട് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദി അനാലിസിസ് പാർട്ട്, ലെറ്റ് മീ ബി വെരി ക്ലിയർ ദറ്റ് ദിസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വാസ് റിയലി ടഫ്. 2023 ആണ് കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് UPSC സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ക്വസ്റ്റ്യൻ സ്ട്രക്ചറിങ്ങിൽ, ക്വസ്റ്റ്യൻ ഫ്രെയിമിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും 2026 ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ദർ ഇസ് നോ കമ്പാരിസൺ. ദർ ഇസ് നിയർലി സീറോ കമ്പാരിസൺ. വൈ? ബിക്കോസ് ദിസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വാസ് റിയലി ഡിഫിക്കൽട്ട് ആൻഡ് ടഫ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഒരു ആസ്പിരന്റിന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിനേഷൻ ഹാളിൽ ഡിഫറെൻ്റ് ആയി അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്തിട്ടുള്ളത്? Indian polity perspective will we will try to understand that, and after that we will get into the question paper analysis. See, ഒന്നാമത്തെ challenge ഒരു ആസ്പിരന്റ് എക്സാമിനേഷൻ ഹാളിൽ ഫേസ് ചെയ്തിട്ടുള്ള the first challenge is regarding the length of the questions. See, the question paper has become so lengthier. അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ സാധാരണഗതിയിൽ ഒരു ആസ്പിരന്റിന് എന്താ സംഭവിക്കുക? ആസ്പിരന്റിന്റെ മെന്റൽ സ്റ്റേറ്റസ് ഡിഫിക്കൽട്ട് ആവും അല്ലേ? ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മെന്റൽ സ്റ്റേറ്റസ് ഡൗൺ ആയി പോകും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ചലഞ്ച്. സെക്കൻഡ് വൺ, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് മോർ ടൈം ടു ആൻസർ വൺ ക്വസ്റ്റ്യൻ. ആൻഡ് തേർഡ് വൺ, ദെർബൈ വിൽ റെഡ്യൂസ് ദ നമ്പർ ഓഫ് അറ്റംപ്റ്റ്. ഇപ്പം ഇത്തവണ UPSC യൂസ് ചെയ്തിട്ടുള്ളത് ചില കോംപ്രിഹെൻഷൻസ്, സ്മോൾ ഇൻസിഡൻസ്, ഇവൻറ്റ്സ് ഒക്കെ തന്നിട്ട് അത് സിലബസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് UPSC ഇത്തവണ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ആൻഡ് UPSC യഥാർത്ഥത്തിൽ ടെസ്റ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. ഈ 2 മണിക്കൂർ പ്രഷർ ഇല്ലാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഷോക്ക് ആവാതെ വളരെ കാമായി ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അഡ്രസ് ചെയ്യുന്ന ആസ്പിറൻസ് ആരെല്ലാമാണ്? ദാറ്റ് ഇസ് വാട്ട് എക്സാക്ട്ലി UPSC വാസ് ട്രൈങ് ടു ടെസ്റ്റ്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ചലഞ്ച് ദാറ്റ് ആൻ ആസ്പിറന്റ് ഫേസ് ഇൻ ദി എക്സാമിനേഷൻ ഹാൾ. ദ സെക്കൻഡ് വൺ ഇസ് ദ ക്വസ്റ്റ്യൻസ് ഹാവ് ഫ്രെയിംഡ് ഫ്രം അൺകൺവെൻഷണൽ ടോപ്പിക്സ്. സേ ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ there is no question from the preamble of the Indian Constitution, there is no question from the fundamental rights, there is no question from, say for example, the Parliament, the President of India, there is no question from the Supreme Court and the High Court. Conventional ആയി UPSC ചോദിക്കുന്ന ചില ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്, say for example, liberty, equality, justice, constitutionalism, UPSC has not touched these concepts. UPSC has not touched the concepts like the parliamentary model of government. അപ്പോൾ വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ടോപ്പിക്സ് UPSC ഇത്തവണ ചോദിച്ചിരിക്കുന്നു എന്നുള്ളത് ഇറ്റ് ഇസ് ദ സെക്കൻഡ് റീസൺ വൈ എ UPSC ആസ്പിരന്റ് ഫീൽ ദാറ്റ് ദിസ് പേപ്പർ ഇസ് ടഫ്. തേർഡ് റീസൺ ഇസ് ദ ഡൈവേഴ്സ് സോഴ്സ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ത്യൻ പൊളിറ്റി എന്ന സബ്ജക്റ്റിൽ 15 ചോദ്യമോ 16 ചോദ്യമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 14 ചോദ്യം യു മേ ആൻസർ ഡയറക്ട്ലി ഫ്രം ലേണിംഗ് വൺ പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്ക്. But this time, UPSC has framed questions not from a single source, they have relied on multiple sources. So that is the third reason why an aspirant feels this examination is tough in the examination hall. And fourth reason is the number of questions from Indian polity has significantly come down. On an average basis, എല്ലാ വർഷവും 15-16 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 14-15 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൊരു സബ്ജക്റ്റിൽ നിന്ന് അത്രയും റിവാർഡിംഗ് ആണ് എന്നൊരു ആസ്പിരന്റിന് ഫീൽ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ആസ്പിരന്റ് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ നിന്ന് ഇത്തവണ ചോദിച്ചിട്ടുള്ളത് 7 to 8 ക്വസ്റ്റ്യൻസ് ആണ്. പ്രോപ്പർ പൊളിറ്റിയിൽ നിന്ന് 7 to 8 ക്വസ്റ്റ്യൻസ്. ആൻഡ് ഓഫ് കോഴ്സ് ദർ ആർ ക്വസ്റ്റ്യൻസ് ഫ്രം ദി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്ലസ് എത്തിക്സ് പാർട്ട്. അത് പൊളിറ്റിയുമായി കണക്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇന്ത്യൻ പൊളിറ്റി എന്ന സിലബസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളത് 7 to 8 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്ട് ചെയ്ത് വന്നിട്ടുള്ള അത്രയും ചോദ്യം റിവാർഡിംഗ് ആണെന്ന് പറയപ്പെടുന്ന ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടില്ല. സോ ഓൾ ദീസ് റീസൺസ് കമ്പൈൻഡ് ക്യുമുലേറ്റീവ്ലി, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു ആസ്പിരന്റിന് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫാണ് എന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ വി ഷുഡ് തിങ്ക് ദാറ്റ് ക്യാൻ വി expect that UPSC frames question as per our expectation? UPSC നമ്മളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യണം എന്ന് നമ്മൾക്ക് ശരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ദാറ്റ് ഇസ് വൺ തിങ് വിച്ച് യു വിൽ ഹാവ് ടു തിങ്ക്.
അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. വി ആർ സ്ട്രെയിറ്റ് അവേ ഗെറ്റിംഗ് ഇൻ ടു ദി അനാലിസിസ് ഓഫ് ദി ഇന്ത്യൻ പോളിറ്റി. ബട്ട് ബിഫോർ ദാറ്റ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ആയപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ലക്ഷ്മികാന്ത് എന്ന ഒരു ടീച്ചർ എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി ബൈ എം ലക്ഷ്മികാന്ത് എന്ന ടെക്സ്റ്റ് ബുക്ക് ഈസ് ഇറ്റ് സ്റ്റിൽ റെലവെന്റ് ഓർ നോട്ട് എന്നുള്ളത്. ലെറ്റ് മീ ബി വെരി ക്ലിയർ വിത്ത് പ്രൂഫ്. ഐ ക്യാൻ മേക്ക് യു ഷുവർ that the relevance of this textbook is still valid. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ റെലവൻസ് എങ്ങും പോയിട്ടില്ല. 8th എഡിഷനിൽ എത്തി നിൽക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. UPSC സ്റ്റഡി സർക്കിൾസിൽ ഏറ്റവും അധികം ഡിമാൻഡ് ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ദാറ്റ് ഇസ് ദ റീസൺ വൈ ഇറ്റ് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് 8th എഡിഷൻ അല്ലേ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ റെലവൻസ് എങ്ങും പോയിട്ടില്ല. ഇഫ് ദർ ആർ 7 questions, 5 questions you can answer from this textbook, which I will show you in the analysis part. So please believe that the relevance of the Constitution Bare Act or this textbook has not gone anywhere. It's still valid. Please believe. First question, Aditya Chodyam. Aditya Chodyam is in relation to article number 13 of the Indian Constitution. എന്താണ് ചോദ്യം? X was addressing a seminar on the meaning of the term law as provided under article 13, part 3 of the Constitution of India. See, part 3 of the Constitution of India, part 3 of the Constitution of India deals with fundamental rights അല്ലേ. പാർട്ട് 3യുടെ ടൈറ്റിൽ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ലോ എന്ന ആസ്പെക്റ്റിനെ പറ്റി പരാമർശിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഏതാണ്? ദാറ്റ് ഇസ് ആർട്ടിക്കിൾ നമ്പർ 13 അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ 13മായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദ്യം. ആർട്ടിക്കിൾ നമ്പർ 13 പ്രൊവൈഡ്സ് ദ ഡെഫിനിഷൻ ഓഫ് ലോ. എന്താണ് നിയമം അല്ലെങ്കിൽ എന്ത് നിയമമല്ല എന്നുള്ളതിനെ പറ്റിയാണ് ആർട്ടിക്കിൾ നമ്പർ 13 മെൻഷൻ ചെയ്യുന്നത്. വാട്ട് ഇസ് നോട്ട് ലോ? വാട്ട് ഈസ് നോട്ട് ലോ? എന്ത് നിയമം അല്ല? ദാറ്റ് ഇസ് വാട്ട് ആർട്ടിക്കിൾ നമ്പർ 13 എക്സ്പ്ലെയിൻസ്. അപ്പോൾ എക്സ് വാസ് അഡ്രസ്സിംഗ് എ സെമിനാർ ഓൺ ദി മീനിങ് ഓഫ് ദ ടേം ലോ ആസ് പ്രൊവൈഡഡ് അണ്ടർ ആർട്ടിക്കിൾ നമ്പർ 13. ആർട്ടിക്കിൾ 13ൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലോ എന്ന ടോപ്പിക്കിന്റെ ബേസിസിൽ എക്സ് ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യുന്നു. X explained that the meaning of the term law in the Constitution of India was very comprehensive. X പറയാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ലോ എന്ന വാക്കിന്റെ മീനിങ് വളരെ കോംപ്രിഹെൻസീവ് ആണ്, വളരെ ഇലാബറേറ്റ് ആണ്. അപ്പോൾ എക്സ് പറയാണ് ഇറ്റ് ഇൻക്ലൂഡ് ഓർഡിനൻസസ്, ഓർഡേഴ്സ് ആൻഡ് ഈവൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എക്സ് പറയുന്നു ലോസ് എന്ന് പറഞ്ഞാൽ അത് ഓർഡേഴ്സ്, റൂൾസ്, റെഗുലേഷൻസ് എന്നിവയെല്ലാം അടങ്ങുന്നതാണ്. ദാറ്റ്സ് വാട്ട് എക്സ് സേസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓർഡിനൻസസ്, റൂൾസ്, റെഗുലേഷൻസ്, ഓർഡേഴ്സ് എക്സെട്ര. Y pointed out that the term law in Article 13 also include custom or usage. Y പറയാണ് ആർട്ടിക്കിൾ 13ലെ ലോയുടെ ഡെഫിനിഷനിൽ ഓർഡിനൻസസും റൂൾസും റെഗുലേഷൻസും ഓർഡേഴ്സും മാത്രമല്ല കസ്റ്റംസ് ആൻഡ് യൂസേജും ഉണ്ട് എന്ന് Y പറയാണ്. So that's what is provided here. Y pointed out that the term law in Article 13 also included custom or usage having in the territory of India the force of law, to which X was not convinced. X says no, custom usage ഇല്ല. X പറയുന്നത് എന്ത് മാത്രമാണ്? ഓർഡർ, റൂൾസ്, റെഗുലേഷൻസ് എന്നിവ മാത്രമേ ഉള്ളൂ, ഓർഡിനൻസസ് എന്നിവ മാത്രമേ ഉള്ളൂ, കസ്റ്റംസ് ഓർ യൂസേജ് എന്ന ഫ്രേസ് ഇല്ല എന്നാണ് Y പറയുന്നത്. സോറി, X പറയുന്നത്. Y പറയാണ് കസ്റ്റംസ് ഓർ യൂസേജ് എന്ന് പറയുന്ന ടേമും ഉണ്ട്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ആർട്ടിക്കിൾ നമ്പർ 13. ആർട്ടിക്കിൾ നമ്പർ 13 പറയാണ് എനി ലോ ദാറ്റ് ഇസ് in violation to fundamental rights shall be null and void. ഏതൊരു നിയമമാണെങ്കിലും അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുവെങ്കിൽ that will not exist. That is null and void. That will be struck down. പക്ഷേ ഇവിടെ ലോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് കൂടി ആർട്ടിക്കിൾ നമ്പർ 13 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ നമ്പർ 13 പറയാണ് ദ ആക്ട്സ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ. സേ ഫോർ എക്സാമ്പിൾ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം, സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമം, ദാറ്റ് ഇസ് ആക്ട്സ്. സെക്കൻഡ് വൺ, executive laws, just like orders, rules, regulations, notifications, bylaws, all these comes under the category of law. And the third one is custom or usage. Say for example the northeastern tribes
ഗോത്രവർഗ വിഭാഗങ്ങൾക്കുള്ളിലൊക്കെ നിലനിൽക്കുന്ന ആചാരങ്ങൾ, കസ്റ്റംസ്, യൂസേജ്, ട്രഡിഷൻസ്, all those will be having consideration as law as per article number 13 if it has got a backing of the force of law, the constitution. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ നമ്പർ 13 ലോയുടെ ഡെഫിനേഷനിൽ എന്തൊക്കെയുണ്ട്? ആക്ട് ഉണ്ട്, റൂൾസ്, റെഗുലേഷൻസ്, ഓർഡിനൻസസ്, നോട്ടിഫിക്കേഷൻസ്, ബൈലോസ്, കസ്റ്റംസ് ഓർ യൂസേജ്, വിച്ച് മീൻസ് വൈയുടെ കൺവിക്ഷൻ ആണ് ശരിയല്ലേ? വൈ പറയുന്നതാണ് ശരി. വൈ പറയാണ് നിങ്ങൾ പറഞ്ഞത് മാത്രമല്ല ഞാൻ പറയുന്നത് കൂടിയുണ്ട്, പക്ഷെ എക്സ് കൺവിൻസ്ഡ് അല്ല. നൗ based on the above, select the correct conclusion from the options given below. X is correct in the interpretation of law, including the view on non-inclusion of custom. That is wrong. കാരണം എക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റാണ്. The view of why that law included custom is not correct. വൈ പറഞ്ഞിരിക്കുന്ന കസ്റ്റം കൂടി ഇതിന്റെ ഭാഗമാണെന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. That is wrong. The views of both x and y are correct. That is wrong. The view of only y is correct. Yes, the answer for this question is option D. Now, see, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ചോദ്യം, ഈ ഒരു ചോദ്യം നിങ്ങളെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസിക്കലി നോട്ട് ടു ജസ്റ്റ് ഷോ യു ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലെയിൻ ദിസ്. ഇത് എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? യു ക്യാൻ സീ ദിസ് ക്വസ്റ്റ്യൻ ഇൻ ദ ബെയർ ആക്ട്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ നമ്പർ 13 നോക്കി. ആർട്ടിക്കിൾ നമ്പർ 13 പറയാണ് ലോ ഇൻക്ലൂഡ്സ് any ordinance, order, bylaw, rule, regulation, notification, custom or usage. That's it. Fine. Now ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലല്ലേ സർ? ലക്ഷ്മികാന്തിന്റെ റെലവൻസ് എങ്ങനെയാണ് ഇവിടെ ഉറപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് ഹിയർ. Non-legislative sources of law, that is custom or usage having the force of law, will also come under the definition of law. So how can we say that Laxmikanth has become irrelevant? അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ലക്ഷ്മികാന്ത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നൽകിയിരിക്കുന്ന കാര്യത്തിന്റെ ഒരു മോഡിഫിക്കേഷൻ, മോഡിഫൈഡ് ഫോർമാറ്റ് യു ക്യാൻ സീ ഇൻ ദ ലക്ഷ്മികാന്ത് ടെക്സ്റ്റ് ബുക്ക്. സോ സ്റ്റിൽ understand that Laxmikanth is valid. Second question. Consider the following statement with reference to the Constitution of India. There is no article in the Constitution of India that specifies that the Constitution of India will be officially called Constitution of India. Indian Constitutionil ഒരു ആർട്ടിക്കിളിലും Constitution of India Constitution എന്ന് വിശേഷിപ്പിക്കപ്പെടുമെന്ന് നൽകിയിട്ടില്ല, which is wrong. It is mentioned under article number 393 of the Indian Constitution. Fine. There is no article in the Constitution of India that specifies that the Indian Independence Act of 1947 and the Government of India Act of 1935 stands repealed, which is wrong, which is a constitutional provision under article number 395. And there is no article in the Constitution of India that mentions 26th Jan 1950 as the date of the commencement of the Constitution of India, which is wrong. It is mentioned under article number 394. എന്ന് പറഞ്ഞാൽ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണല്ലേ? Which one of the following conclusions based on the above statements is correct? All 3 statements are correct. Wrong. There is no correct statement. Yes. So what is the answer? The answer is option B. The answer is option B. Now again, please try to understand എവിടെ നിന്നാണ് UPSC ഈ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. Just try to understand that. Just look at this Constitution Bare Act in the screenshot ആണ്. Article number 393 says the Constitution may be called Constitution of India. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 393ൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടും. 395 പറയുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 സ്റ്റാൻഡ്സ് റിപ്പീൽഡ്. ആൻഡ് എന്നു മുതൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരും എന്നുള്ളതിനെ പറ്റിയും ആർട്ടിക്കിൾ നമ്പർ 394 ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ് സെയ്സ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് പുറത്ത്, സിലബസിൽ നിന്ന് പുറത്ത് ചോദ്യം ചോദിച്ചു എന്ന് പറയാൻ പറ്റൂ? ഇല്ല. Constitution is part of your syllabus. The question has got framed from the Constitution. Now, Laxmikanth ഇത് ചോദിച്ചിട്ടുണ്ടോ? Yes. Laxmikanth ഇത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ yes, you can see this. Article number 393 speaks about short title, important articles എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒന്നാണ് ഷോർട്ട് ടൈറ്റിൽ, which means ഈ ഡോക്യുമെന്റിനെ എങ്ങനെ വിശേഷിപ്പിക്കും? Constitution of India. 394 speaks about the commencement. എപ്പോഴാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായും നിലവിൽ വരിക? Even that is mentioned. Jan 26th of 1950.
395 speaks about repeals. ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും യു ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയേ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നിയമമാണ് അല്ലെ. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ നിയമങ്ങളുടെയൊക്കെ ആദ്യത്തെ ഇൻഡെക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനിഷൻസ് എന്ന് കാണും. ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ ഈ നിയമത്തെ നിങ്ങൾ എങ്ങനെ വിളിക്കണം, എന്ത് പേരിട്ട് വിളിക്കണം എന്നാണ് പറയുക. സാധാരണഗതിയിൽ എന്തുണ്ടായിരിക്കും? ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു നിയമത്തിൽ ആ നിയമത്തെ എങ്ങനെ വിളിക്കണമെന്നുണ്ടായിരിക്കില്ലേ? ആ നിയമം ഏത് നിയമത്തെയാണ് റീപ്ലേസ് ചെയ്തത് എന്നുള്ളതുണ്ടായിരിക്കില്ലേ? സേ ഫോർ എക്സാമ്പിൾ യു മൈറ്റ് ഹവ് ഹേർഡ് അബൌട്ട് ദി ന്യൂ ഇലക്ഷൻ കമ്മീഷൻ ആക്ട്. പഴയ ഇലക്ഷൻ കമ്മീഷൻ ആക്ടിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ നിയമം വന്നു എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ലേ? ആൻഡ് സ്വാഭാവികമായും ഈ നിയമം എന്നു മുതൽ നിലവിൽ വരും എന്നുള്ള കാര്യം കൂടി എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും? ആ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് യു ക്യാൻ അപ്ലൈ യുവർ കോമൺ സെൻസ് ആൻഡ് ഗെറ്റ് ഇൻ ടു ദി ആൻസർ. എഗെയിൻ എക്സാമിനേഷൻ ഹാളിലാണ്, ഡിഫിക്കൽട്ട് ആണ് എന്നുള്ള കാര്യം അറിയാം. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ടെൽ യു ദാറ്റ് getting the answer for this question is possible by just applying your common sense. Third question. Consider the following statements about the provisions pertaining to scheduled caste and scheduled tribes in India. See, എപ്പോഴും ക്ലാസ്സിൽ നമ്മൾ പറയാറുണ്ട്, when you study the Indian polity, if you learn the parts of the Indian constitution, the schedules in the Indian constitution, there is a chance that you get one question from that area. And ഈ വർഷം UPSC അതേ മേഖലയിൽ നിന്ന് തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. Provisions regarding the administration of the tribal areas in the states of Assam, Meghalaya, Tripura and Mizoram are given in the 5th schedule. No, it is 6th schedule. Alle? 6th schedule. 6th schedule deals with the tribal areas. Tribal areas in 4 states. 4 states. 5th schedule deals with the tribal areas. Those are known as the scheduled areas in the other 10 states. Fine. Some tribes of India are entitled to exemption from paying income tax on certain incomes. See, again, നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ട് that the constitution of India is always provided for exceptions. കോൺസ്റ്റിറ്റ്യൂഷനിൽ എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ നേച്ചറും അങ്ങനെയാണല്ലേ. സം ട്രൈബ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ചില ട്രൈബൽ വിഭാഗങ്ങൾ ആർ എൻടൈറ്റിൽഡ് ടു എക്സംഷൻ ഫ്രം പേയിങ് ഇൻകം ടാക്സ് ഓൺ സെർട്ടൻ ഇൻകംസ്. ചില ഇൻകംസിൽ അവർക്ക് എക്സെപ്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ യു ഷുഡ് മേക്ക് ദ കൺക്ലൂഷൻ ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. അഗെയിൻ ഇത് എവിടെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇൻകം ടാക്സ് ആക്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ജസ്റ്റ് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് യുവർ കോമൺ സെൻസ്. ട്രൈബൽ പോപ്പുലേഷൻ ആണ്, അവരുടെ ഇൻകമിൽ എപ്പോഴും ടാക്സ് ചുമത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് അവരുടെ ജീവിത രീതിയെ ബാധിക്കും. ഈ ട്രൈബൽസിന് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ 5th 6th ഷെഡ്യൂൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദർ ഇസ് എ ചാൻസ് ദാറ്റ് they may be provided with the tax exemptions. Fine. Angane you can make to the conclusion that the statement is correct. The Constitution of India provides for the reservation of seats in panchayats for women belonging to, yes, you know, the 73rd Constitutional Amendment Act constitutionalized the rural local self-government institutions. Alle? And endani question the answer, first statement wrong aanu, ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കൺക്ലൂഷൻസ് ബേസ്ഡ് ഓൺ ദി അബവ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്? ദർ ആർ 2 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് 2. 2 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വിച്ച് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് 2. ഓക്കെ, ദർ ആർ 2 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ സ്റ്റേറ്റ്മെന്റ്സ് 1 and 3. No, 1 is wrong. There is only 1 correct statement. അല്ല, 2 എണ്ണം ഉണ്ട്. All 3 statements are correct. അല്ല, ഒരെണ്ണം തെറ്റാണ്. So what is the answer? Answer is option A. So that's it. Now, എവിടെ നിന്നാണ് ഈ ചോദ്യം? ലക്ഷ്മികാന്തിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾസ് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു പേജാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. യു ക്യാൻ ആൻസർ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം this area. Okay, this area. Now, second statement is from the section 10 clause 26 of the Income Tax Act. അത് അറിയില്ലെങ്കിൽ പോലും, സെക്ഷനോ ക്ലോസോ ഒന്നും ചോദിച്ചിട്ടില്ല, അറിയില്ലെങ്കിൽ പോലും നമ്മൾക്ക് ആൻസറിലേക്ക് എത്താം എന്ന് പറഞ്ഞു. ആൻഡ് third statement regarding the reservation mentioned under the constitution, even mentioned in the Laxmikanth textbook, which means the source still is Laxmikanth. Source still is the Constitution of India. So that's it. Still Laxmikanth is relevant. Next question. Consider the following statements in respect of questions asked by the members in the Parliament of India. Again, unstarred questions are those to which a member desires an oral answer. Unstarred question എന്ന് പറഞ്ഞാൽ unimportant question ആണ്.
സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിനോളം പ്രാധാന്യം ഇല്ലാത്ത ചോദ്യങ്ങളാണ്. അതിന് ഉത്തരം എഴുതി നൽകിയാൽ മതി, വിച്ച് മീൻസ് റിട്ടൺ ആൻസേഴ്സ് മതി അല്ലേ, റിട്ടൺ ആൻസേഴ്സ് മതി. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആർ ദോസ് ടു വിച്ച് മെമ്പർ ഡിസയേഴ്സ് എ റിട്ടൺ ആൻസർ. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മെമ്പർ ഡിസയേഴ്സ് an oral answer. So this means this statement is wrong. Oral answer ആണ് വേണ്ടത് അല്ലേ. No supplementary question can be asked on unstarred question. Written answers ആണ് അല്ലേ. Unstarred question എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കുറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്, അവിടെ ഉത്തരങ്ങൾ എഴുതിയാണ് നൽകുന്നത്, which means ആ ഉത്തരങ്ങൾക്ക് മേൽ സപ്ലിമെന്ററി ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. No supplementary question can be asked on unstarred question. This is correct. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. So what is the answer? Which one of the following conclusions based on the above statement is correct? All the three statements are correct. Wrong. There are two correct statements. Wrong. There is only one correct statement. That is correct. Only one correct statement. Now, എവിടെ നിന്നാണ് ഈ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുക? You can answer this question from M. Laxmikanth's Indian Polity. Indian Polity textbookil നിന്ന് you can answer this question. Starred questions requires oral answer. Supplementary questions can follow. Unstarred question, on the other hand, requires written answer. Hence, supplementary questions cannot follow. This is the piece of information which you can use to answer this question. Now, you think and drop your comments in the comment box that can you say that this textbook is irrelevant further? No, never. In my personal opinion, no, never. Now, അടുത്തൊരു ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി കമ്മിറ്റി ഓൺ ദി വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓഫ് ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ. അഗെയിൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പാർലമെന്ററി കമ്മിറ്റീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. പക്ഷേ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ആ ചാപ്റ്ററിൽ കമ്മിറ്റീസ് ഓൺ ദി വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന ടോപ്പിക്ക് മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനും ആൻസർ കണ്ടെത്താൻ സാധിക്കില്ല. ബട്ട് പാർലമെന്ററി കമ്മിറ്റീസ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദി ആൻസർ. നമുക്ക് നോക്കാം. Although members of this committee are elected from both houses of parliament, the chairperson of this committee is appointed by the chairman of the Rajya Sabha. ലോക്സഭയിലെയും രാജ്യസഭയിലെയും ലെജിസ്ലേറ്റേഴ്സ് കൂടിച്ചേർന്ന ഒരു പാർലമെന്ററി കമ്മിറ്റിയിൽ ചെയർമാന് രാജ്യസഭാ ചെയർമാൻ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ വി ആർ നോട്ട് ഷുവർ. 20 members are elected by the Rajya Sabha, 10 members are by the Lok Sabha. This is wrong. This is wrong. Why? Because this should be interchanged. അല്ലേ, 20 members from Rajya Sabhയും 10 members from Lok Sabha ആയിരിക്കില്ല. 10 from Rajya Sabha and 20 from Lok Sabha ആയിരിക്കാം. Why? Because the strength of the Lok Sabha is higher. അല്ലേ, no minister except for the Union Minister of Social Justice and Empowerment is eligible to be a member of this committee. See, there is no exception for the Minister of Social Justice and Empowerment. ഒരു മിനിസ്റ്റേഴ്സിനും പാർലമെന്ററി കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ആയിരിക്കാൻ പറ്റില്ല, വിച്ച് മീൻസ് ദിസ് ഇസ് റോങ്. ബിക്കോസ് പാർലമെന്ററി കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി ഓവർ ദി എക്സിക്യൂട്ടീവ്. സോ ഹൗ ക്യാൻ ദി എക്സിക്യൂട്ടീവ് ബി എ മെമ്പർ ഓഫ് ദിസ് ലെജിസ്ലേറ്റീവ് സെറ്റപ്പ്? The final statement, members are elected for a fixed term of 2 years. No, 1 year. ഇതെല്ലാം എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ഇതെല്ലാം തന്നെ പാർലമെന്ററി കമ്മിറ്റീസ് എന്ന ചാപ്റ്ററിൽ ലക്ഷ്മികാന്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലേ, 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അവസാനത്തെ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ആൻഡ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ ഇൻകറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. And what is the answer for this question? The answer for this question is there is no correct statement. Okay, there is no correct statements. Fine. Yes, that's it. Now, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മികാന്തിൽ you have a chapter that is parliamentary committees, and ഈ കമ്മിറ്റീസിൽ it's provided committee on the welfare of scheduled caste and scheduled tribe. പക്ഷേ ഈ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ ഈ പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഇഫ് യു ക്യാൻ ലേൺ അബൌട്ട് ദ പാർലമെന്ററി കമ്മിറ്റീസ് ഇൻ ഡീറ്റെയിൽ, then you may answer this question. So still, parliamentary committees in the chapter in the Laxmikanth is the source for this question. Tell me whether this textbook is relevant or not. The next question, which of the following statements about zero first information report? See, ഇത് ലക്ഷ്മികാന്തിന് പുറത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 0 FIR
0 FIR. Again, നമ്മളുടെ CRPCയിലോ അല്ലെങ്കിൽ മറ്റ് നിയമസംഹിതകളിലോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ BNSS എന്ന് പറയുന്ന പുതിയ ക്രിമിനൽ നിയമത്തിൽ 0 FIRനെ പറ്റി മെൻഷൻ ഉണ്ട്. 0 FIR എന്ന് പറയുന്ന ടേം ഇല്ലെങ്കിൽ പോലും ദർ ഇസ് എ മെൻഷൻ റിഗാർഡിംഗ് ദ പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ്സ് ടു ബി ഫോളോഡ് ഇൻ രജിസ്റ്ററിംഗ് 0 FIR. ദാറ്റ് ഇസ് ദ റീസൺ. ഇപ്പോൾ 0 FIRമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല, വിച്ച് ഐ ആം ഷുവർ. ബട്ട് ദിസ് ഇസ് വൺ ഓഫ് ദ ടോപ്പിക് ദാറ്റ് കംസ് ഫ്രീക്വന്റ്ലി ഇൻ ദ ന്യൂസ് പേപ്പർ. നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ന്യൂസ് പേപ്പറിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ യു ഷുഡ് ട്രൈ ടു ക്ലബ് ഇറ്റ് വിത്ത് ദ സിലബസ് പാർട്ട്. ഇഫ് ഇറ്റ് ഗെറ്റ്സ് എ സിഗ്നിഫിക്കൻസ് with respect to the subject, you should learn about this. So, idur current affairs ചോദ്യമാണ് എന്ന് പറയാം, but still it deals with the investigation, the custody, the permission of the magistrate. That is the reason I have taken it for discussion here. ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? 0 FIR can be lodged at a police station. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. Even though the place of the commission of a cognizable or non-cognizable, no. 0 FIR is applicable only in case of cognizable offences, which means it is wrong. The officer in charge of the police station where a 0 FIR has been lodged may, with the permission of the competent authority, initiate a preliminary inquiry. Yes, അന്വേഷണം നടത്താം. ഒരു കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ പെർമിഷനോട് കൂടി ഓഫീസർ ഇൻചാർജിന് അന്വേഷണം നടത്താമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അണ്ടർ 0 FIR it is obligatory for the informant to furnish information electronically. See, informant, പരാതിക്കാരൻ ഞാനാണ്, ഞാൻ എൻ്റെ പരാതി ഇലക്ട്രോണിക്കലി ഫർണിഷ് ചെയ്യണം. നോ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല അല്ലേ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് ഡിജിറ്റൽ ഇല്ലിറ്ററേറ്റ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു നിയമത്തിൽ ഇൻഫർമേഷൻ നൽകുന്ന ആള് ഇത് ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, വിച്ച് ഇസ് റോങ്. And there is one more thing. This is in relation to EFIR. EFIR in the cases ആണെങ്കിൽ that's fine. Otherwise, there is no relevance for this statement. Which means ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് അല്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. Select the answer using the code given below. Which is the answer? It is at option D. Option D. Fine. And BNSS ന്റെ section 173 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ section 173 is the source for this question. The last question, again, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഐ ഹാവ് ഈവൻ ഗിവൺ ദി എക്സാമ്പിൾ. നമ്മളുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ പ്രതി ചേർക്കപ്പെട്ട ആരോപണ വിധേയമായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പരാമർശിക്കപ്പെട്ടിരുന്നതാണ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ആൻഡ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത് കൊണ്ട് അതും നമ്മൾ ക്ലാസ്സിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഏത് മിനിസ്ട്രിയുടെ ഭാഗമാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ദാറ്റ് ഇസ് വൺ ഏരിയ വേർ ദ UPSC ഇസ് ഡിഫറെന്റ്. ബട്ട് അഗെയിൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടും ദർ ആർ enough news reports in the last 1 year. So just looking at this question, with reference to the organizations under the Government of India, consider the following statements. Central Economic Intelligence Bureau. Controlling Union Ministry is the Ministry of Finance, but here it is mentioned as Ministry of Home Affairs, which is wrong. Serious Fraud Investigation Office should come under the Ministry of Corporate Affairs. Why? Because it deals with the corporate frauds. കോർപ്പറേറ്റ് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡീൽ ചെയ്യുന്നത്. സോ ഇറ്റ് കംസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. സോ ദിസ് ഇസ് കറക്റ്റ്, ബട്ട് ദിസ് ഇസ് റോങ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടു പ്രിസർവ് values in the public life and ensure the health of the national economy. That's correct. Under the Ministry of Personal, Public Grievances and Pension. It's not under the Ministry of Home. This is correct. So in fact, two pairs are matched. അല്ലേ, രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. സോ വാട്ട് ഇസ് ദി ആൻസർ? ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് വാസ് ആസ്ക്ഡ് ബൈ ദ UPSC ഫ്രം ദ പൊളിറ്റി പാർട്ട് ഇൻ ദിസ് ഇയേഴ്സ് പ്രിലിംസ് എക്സാം. പക്ഷേ എഗെയിൻ നിങ്ങളെ സംബന്ധിച്ച് കുറേ കൺസേൺസ് ഉണ്ടായിരിക്കും. ഇനിയും UPSC ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ഒരു നിർബന്ധവും ഇല്ല. UPSC may fall back to their previous pattern.
ആൻഡ് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും സോഴ്സ് പ്രിഡോമിനൻ്റ്ലി, എല്ലാ ക്വസ്റ്റ്യൻ്റെയും എന്ന് പറയുന്നില്ല, പ്രിഡോമിനൻ്റ്ലി സോഴ്സ് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷൻ ബെയർ ആക്ടും തന്നെയാണ്. വിച്ച് ഐ ഹാവ് ഷോൺ യു. 7 ചോദ്യത്തിൽ ഓൾമോസ്റ്റ് 5 ചോദ്യങ്ങളോളം യു ക്യാൻ ആൻസർ ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ് ഇഫ് യു ഹാവ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ് ടെക്സ്റ്റ് ബുക്ക്. സോ ദിസ് ഇസ് മൈ അനാലിസിസ് ഓഫ് ദിസ് ടെസ്റ്റ് പേപ്പർ, ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ. എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് വിയോജിക്കാം. വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. We will see with new ideas, new topics in the coming days. Till then, take care. Goodbye.